നമസ്കാരം. കൂടെ ഹോളിഡേയ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഓവർസീസ് കൺസൾട്ടൻസിയുടെ ഓഫീസ് ഇനാഗ്രേഷൻ 22-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ അതിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ, നമ്മളുടെ അന്ന് നടന്ന സംഭവങ്ങളും നമ്മളുടെ ഓഫീസൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. നമ്മളുടെ ഓഫീസും അതേപോലെ തന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, ഏജൻസികൾ, പല ആളുകൾ, നമ്മളുടെ നാട്ടുകാർ, ജനപ്രതിനിധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്താൻ കഴിയാതിരുന്ന, എത്രയൊന്നും ആഗ്രഹം ഉണ്ടായിരുന്ന, ദൂരെ ആയതുകൊണ്ട് എത്താൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും നമുക്ക് അറിയാം. ഒരുപാട് ആളുകൾ നമ്മൾ വിഷ് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. നമ്മളുടെ ഒരു ഇനാഗ്രേഷൻ വീഡിയോ, ചെറിയ വീഡിയോ ആണ്, നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പകുതി കൂടുതൽ ആളുകൾ കാണുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ സ്ഥാപനത്തിൻ്റെ ഉടമ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ശ്രീ സജീന്ദ്രൻ, നമ്മുടെ പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം പാവനി ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രാജേഷ്, എല്ലാം മൊത്തം ശ്രീ ഹരിദാസേട്ടനടക്കം ഇവിടെ എത്തിയിട്ടുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമുക്ക് വളരെ സന്തോഷപൂർവ്വം, കാരണം സജീന്ദ്രനെ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. സജീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരാൾക്ക് ഒരു ജോലി മേടിച്ചു കൊടുക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ് ഒരു ടൂറൊക്കെ പോകാന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുമുണ്ട്, ജോലി എടുത്താൽ മാത്രമേ ടൂർ പോകാൻ കാശുണ്ടാവുള്ളൂ. അപ്പൊ അതെ, അപ്പൊ രണ്ടും കൊടുക്കുകയാണ്. അതിനൊരു ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം, ഇവിടെ ഇപ്പൊ ഒരുപാട് ആളുകളൊക്കെ ജോലിയില്ലാത്ത ആളുകളുണ്ട്. വിദേശത്ത് ഒക്കെ പോകാൻ കഴിയാത്ത രീതിയിൽ ജോലി അവിടെ എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയും, അതൊക്കെ കുറിച്ചൊക്കെ അറിയാത്ത ആളുകൾ ഒത്തിരിയുണ്ട്. അപ്പൊ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓഫീസുകൾ ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ കൃത്യമായി അതിനെ ധരിപ്പിക്കുകയും എന്തെല്ലാം പേപ്പറുകൾ അതിന് ആവശ്യമുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അതിന് വേണമെന്നൊക്കെ കൃത്യമായിട്ട് നിർദ്ദേശിക്കുവാൻ ഇത്തരം ഓഫീസുകൾ അല്ലേ ഒരു വലിയ ഒരു മാർഗ ദീപമാണ്. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഒരു പാക്കേജ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ വളരെ റേറ്റ് ഒക്കെ കുറഞ്ഞല്ലേ, റേറ്റ് ഒന്നുമില്ല, കത്തിയൊന്നുമില്ല, റേറ്റ് ഒക്കെ കുറഞ്ഞ രീതിയിൽ വിദേശത്തേക്ക് പാക്കേജ് ടൂറുകളൊക്കെ അത് ഏതാണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് ജഗദീശ്വരന് എല്ലാവിധ ഐശ്വര്യവും അതുപോലെ തന്നെ ഇതിന്റെ വളർച്ചയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും, ഈ നാട്ടിലുള്ള എല്ലാ സർവ്വ ആളുകളുടെയും സപ്പോർട്ടും ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്ന് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ഞാൻ നടത്തുകയാണ്. അല്പം പതുക്കെ മുറിയാൻ വളരെ റോജിയുടെ പര്യടനവും കാരണം ഇന്നിപ്പോ അവർക്ക് ഇവിടെ വന്നേ കത്തിക്കണ്ടേ. നമ്പർ
മെമ്പർമാര് രണ്ടുപേരുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം തൊട്ടോ ഓക്കെ സജീവൻ 2 ദിവസം സംസാരിക്കും. നമ്മുടെ ഓവർസീസ് ജോബ് റിക്രൂട്ട്മെന്റ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ പേഴ്സണൽ എൻവയോൺമെന്റൽ ലൈസൻസോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ജോബും അതുപോലെ തന്നെ വിദേശത്തേക്ക് ടൂർ പാക്കേജ് ചെയ്യുന്നത്, പിന്നെ സ്റ്റുഡൻറ് വിസ വിദേശത്തേക്ക് പഠിക്കാനുള്ള ഈ സ്ഥാനത്തിന് വേണ്ട എല്ലാം മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് എല്ലാം നല്ല വിജയത്തോടു കൂടി ആവട്ടെ എന്നുള്ള രീതിയിലുള്ള എല്ലാവിധ വിജയാശംസകളും അതുപോലെ തന്നെ എൻ്റെ മറ്റേ മുൻ രാജേഷ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കയറി വരുമ്പോൾ കേട്ടത് ഏറ്റവും കുറഞ്ഞ നിരക്കിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഈ സ്ഥാപനം മുമ്പോട്ട് പോകാൻ എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു. സജീന്ദ്രൻ, അതുപോലെ ജോൺ ചേട്ടൻ, ദയചേച്ചി, രാമചേച്ചി, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സജീന്ദ്രൻ്റെ സ്ഥാപനം, സജീന്ദ്രനെ വർഷങ്ങളായിട്ട് വളരെ അടുത്തറിയാവുന്ന ആളുകൾ, സജീന്ദ്രൻ്റെ സ്ഥാപനം വളരെ ഗംഭീരമായ സ്ഥാപനമായിട്ട് മാറട്ടെ, നാട്ടുകാർക്കും അതുപോലെ തന്നെ ഒരുപാട് പേര് വളരെ ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വിശിഷ്ടവ്യക്തികൾ നമ്മുടെ ഈ കൂടെ ഹോൾഡിങ്സ് എന്നുള്ള ഇതിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ സുഹൃത്തും വേണ്ടപ്പെട്ട വ്യക്തികളാണ് സജീവൻ. സജീവൻ ചെറിയൊരു സ്ഥാപനം ആദ്യം തുടങ്ങി, അല്ലാതെ വീണ്ടും ഒരു വലിയ രീതിയിൽ കൊണ്ടിരിക്കുകയാണ്. അതിനോട് എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം. ഉൾപ്പെടെയുള്ള പ്രസിഡന്റ്, എല്ലാ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ നമസ്കാരം. എന്തായാലും ഇന്ന് ഒരു വർഷം മുമ്പ് കൂടെ ഹോളിഡേയ്സ് 2 വർഷം മുമ്പ് കൂടെ ഹോളിഡേയ്സ് എന്ന സ്ഥാപനം നമ്മളിവിടെ തുടങ്ങിയിരുന്നു. അതിൽ നിന്നിട്ടും കുറേ പേരെ നമുക്ക് ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് വിടാനും കുറേ ടൂർ പാക്കേജുകൾ, അത് ഓവർസീസായിട്ട് പാക്കേജുകളും ഒക്കെ നടത്താൻ സാധിച്ചു. അത് ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ദേശത്തു നിന്നും പുറത്ത് ആലുവ കേന്ദ്രീകരിച്ച് ഇങ്ങനൊരു സ്ഥാപനം ആയപ്പോൾ ഒരുപിടി പേർക്ക് എന്താണ് പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങൾ, നേരത്തെ ജോണി പറഞ്ഞ പോലെ തന്നെ അറിയില്ല, ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ, നമ്മൾ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്ന അവസ്ഥ, ലൈസൻസ് ഇല്ലാണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഇന്ത്യൻ സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടി എല്ലാവിധ സമ്മതപത്രവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെയിറ്റ് ചെയ്തത്. ഏകദേശം 4 മാസത്തോളമായിട്ട് നമ്മൾ ഈ ബിൽഡിങ് എടുത്ത് അതിൻ്റെ വർക്കുകൾ നടന്ന് പതുക്കെ പോയത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് നമ്മുടെ കൈ കിട്ടിയാൽ നാളെ നമുക്ക് ആരുടെ മുഖത്ത് നോക്കിയും അത് ധൈര്യമായിട്ടായിരിക്കും ഇന്ന സ്ഥാപനം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം അത് വെയിറ്റ് ചെയ്ത്. കഴിഞ്ഞ ആഴ്ചയാണ് നമുക്ക് ആ പേപ്പേഴ്സൊക്കെ റെഡിയായി ഡൽഹിയിൽ നിന്ന് നമുക്ക് ആ സാധനം നമ്മുടെ കൈ കിട്ടിയപ്പോഴാണ് നമ്മളുടെ ഒരു സ്വപ്നം പൂവണിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും
ഈ 2 വർഷം കൊണ്ട് കുറേ പേരെ നമ്മൾ ജോലി സംബന്ധമായിട്ടും ടൂറായിട്ടും ഒക്കെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് അവരെ അടയ്ക്കാൻ സാധിച്ചു. അതാണ് ഏറ്റവും ഗുണകരം. പലരും നമ്മളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ വൻ തുകകൾ പലരും മേടിച്ച് അഴിക്കുന്ന സമയത്ത് അതിൽ 1/3 കാശ് കൊണ്ട് നമുക്ക് പല ആളുകളെ നമുക്ക് അഴിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരുപിടി സംശയങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട്. അവിടെ പോയി പൈസ പോയി, ഇവിടെ പോയി പൈസ പോയി, ഞങ്ങളുടെ കാശ് നന്നായി, അത് കഴിഞ്ഞപ്പോൾ ലൈസൻസ് ഇല്ല എന്നൊക്കെ, അങ്ങനെ ഒരുപിടി നിരവധി പ്രശ്നങ്ങൾ ഈ സംഭവത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ആയിരിക്കും നമ്മുടെ ഈ കൂടെ ഹോളിഡേയ്സ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.